നമസ്കാരം, സീൻ സ്പോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ അത് ചൈനയിലല്ല, ജപ്പാനിലല്ല, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, മലയാളിയാണ്. വെൽക്കം വിസ്മയ കെ ചന്ദ്രശേഖർ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ പേര് വിസ്മയ കെ ചന്ദ്രശേഖർ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ പ്രൊഫഷണൽ ഡ്രമ്മറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും ഏഷ്യയിലത്തെയും ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറാണ്. ഇപ്പോൾ ഏഷ്യയിലത്തെ റെക്കോർഡ് കിട്ടിയതിന് ശേഷം ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ലേബൽ കിട്ടി. അതോടെ ഗ്രാൻഡ് മാസ്റ്റർ വിസ്മയ കെ ചന്ദ്രശേഖർ എന്ന പേരിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. ഇപ്പം എൻ്റെ റെക്കോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ റെക്കോർഡ് എൻ്റെ പേരിലുള്ള കറൻ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് 415 ബീറ്റാണ്. അതായത് 30 സെക്കൻഡിൽ 415 ബീറ്റ് എന്നാണ് ഇപ്പോൾ എൻ്റെ റെക്കോർഡിൽ. അതായത് ഏറ്റവും ഏഷ്യയിലത്തെയും ഇന്ത്യയിലത്തെയും ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറാണ് ഞാനിപ്പോൾ. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ റെക്കോർഡിന് പിന്നാലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറിനുള്ള ഏഷ്യ ബുക്ക് ഓഫ് അവാർഡ്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെൻറ്റിൽ? ആദ്യം തന്നെ വളരെയധികം സന്തോഷം. ഇങ്ങനൊരു റെക്കോർഡ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. അതുപോലെ അവരോട് നന്ദി പറയുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. വളരെയധികം സന്തോഷം ഇങ്ങനൊരു ഇത് കിട്ടിയത്. ആളുകൾ ഇന്ന് വൈറലാവുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ ആളുകൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും വരെ വാർത്തയാവുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലും ഈ ഒരു സംഭവത്തിന്, അതായത് നിങ്ങൾ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്തിട്ടും അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊരു മാധ്യമ ശ്രദ്ധ ലഭിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് ഏതൊരു വിഷമിപ്പിക്കുന്ന രീതിയിലാണോ തോന്നിയത്? ഇതിലങ്ങനെ ഒരു വിഷമം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. റെക്കോർഡ് ഞാൻ നേടിയെടുത്തത് എനിക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് വേണമെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു നാളെ മുതൽ പേപ്പറിൽ വരണം, അല്ലെങ്കിൽ ന്യൂസിൽ വരണം, ആൾക്കാർ കൂടണം, അങ്ങനൊരു ഇതിലല്ല ഞാൻ ഈ റെക്കോർഡിന് വേണ്ടി ഞാൻ ശ്രമിച്ചത്. ഞാൻ എൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഞാൻ പുറത്തെടുത്തു, നല്ല ഒരു നേട്ടം ഞാൻ കാണിച്ചു എന്നതാണ്. ആസ് എ ഡ്രമ്മർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആരായിരുന്നു പ്രചോദനം? ഇപ്പോൾ അച്ഛൻ, അമ്മ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ആയിരിക്കും. അതല്ലാതെ മറ്റൊരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ, മൂന്നാമതൊരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയും? എന്തുകൊണ്ടാണത്? ആസ് എ ഡ്രമ്മർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛനും അമ്മയും തന്നെയാണ് എൻ്റെ ഡ്രംസിലേക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് എനിക്ക് ഡ്രം കിറ്റ് വാങ്ങിച്ചതും വീട്ടിൽ മാക്സിമം സപ്പോർട്ട് തരുന്നതും അവർ തന്നെയാണ്. ഇപ്പോൾ അതുകൂടാണ്ട് മൂന്നാമതൊരാൾ പറയുകയാണെങ്കിൽ ദ ഗ്രേറ്റ് ലെജൻഡ് ശിവമണി സാർ തന്നെയാണ് എൻ്റെ ഐഡിയൽ. അതുകൂടാതെ മൈക്ക് പോർട്ട്നോയ്. ഏറ്റവും പ്രിയപ്പെട്ട ഡ്രമ്മർ ആരാണ്? അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഏറ്റവും ഇൻസ്പിറേഷൻ തന്ന ഒരു വ്യക്തി ആരായിരുന്നു? എൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതായത് ഞാൻ ഈ ഡ്രംസ് പഠിച്ച് കുറച്ചിങ്ങനെ വായിക്കുന്ന സമയത്തെ എല്ലാ ഒരു ആഗ്രഹമായിരുന്നു ദ ഗ്രേറ്റ് ലെജൻഡ് ശിവമണി സാറിനെ ഒന്ന് കാണണം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് നാൾ മുമ്പ് അത് സാധിച്ചു. അതിലും വളരെയധികം സന്തോഷം എന്ന് പറയുന്നത് സാറിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് അതിൽ വളരെ സന്തോഷം. കൺസേർട്ടുകൾക്ക് പോവാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അഫോർഡബിൾ ആണോ? ഒരു സാധാരണ ഒരു പ്രോഗ്രാമിനൊക്കെ നമ്മൾ വിളിച്ചാൽ അഫോർഡബിൾ ആണോ? ഇതൊക്കെ വലിയ വലിയ ബ്രാൻഡുകളായിട്ട് സഹകരിച്ചാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള കൺസേർട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? അഫോർഡബിളാണ്. ഇപ്പോൾ ഏഷ്യയിലത്തെ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറായി. അപ്പോൾ ആ ഒരു വാല്യൂവിൽ എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ വേറെ ബാൻഡുകളിലും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്വന്തം ടീമായ മ്യൂസിക് മാസ്റ്റേഴ്സ്. അതുപോലെ ഇപ്പോൾ വേറെ പുതിയൊരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ട്, ടീം സഹസ്ര. അപ്പോൾ അതും ഇവിടെ നമ്മളെ ഈ കാസർഗോഡ് ജില്ല ബേസ് ആയിട്ടുള്ള ടീമാണ്. പിന്നെ അതുകൂടാണ്ട് കണ്ണൂർ ഇത് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ടീമുണ്ട്, ബാൻജോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരായിട്ടും കൊളാബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരായിട്ടും 2-3 ഷോസ് കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മളെ ടീമും ഇപ്പോൾ പറഞ്ഞ ഈ സഹസ്രമായിട്ടുള്ള പരിപാടിയും കുറച്ച് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ വർക്കിനും പോകുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വെഡ്ഡിങ് പ്രോഗ്രാം ആയെങ്കിലും, അതുപോലെ റിസപ്ഷൻസ്, അതുകൂടാണ്ട് വേറെ വലിയ എന്തെങ്കിലും സ്റ്റേജ് ഷോസ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ബേക്കൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ ഇപ്പോൾ മെയിൻ സ്റ്റേജിൽ നമ്മളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ
നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഏറ്റവും വേദന നിറഞ്ഞ ഒരു മൊമെൻ്റ് എപ്പോഴായിരുന്നു? അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റുകൾ ഓരോ 2 സന്ദർഭങ്ങളിലും ഒരു മൊമെൻറ്റുകൾ വെച്ച് പറയാൻ പറ്റുമോ? വിഷമം എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, അതായത് ഞാൻ സെക്കൻഡ് ഇയർ ഉണ്ടാകുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കളേഴ്സ് നടക്കുന്നു. നമ്മളെ പയ്യന്നൂർ കോളേജിൽ വെച്ചായിരുന്നു ഈ കളേഴ്സ് നടക്കുന്നത്. അപ്പോൾ ഡ്രം കോമ്പറ്റീഷന് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേറൊരു കോളേജിലത്തെ ഒരു കുട്ടി ഡ്രംസ് കോമ്പറ്റീഷന്, അതായത് ഇത് പങ്കെടുക്കുന്ന സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഈ ഡ്രമ്മിൻ്റെ സ്റ്റിക്ക് താഴെ വീണിട്ട് അവനത് താഴെ നിന്ന് അത് എടുത്തിട്ട് പ്ലേ ചെയ്തു ഡ്രംസ് രണ്ടാമത്. റിസൾട്ട് വരുന്ന സമയത്ത് ഈ താഴെ വീണയാക്കാന്ന് ഫസ്റ്റ് കൊടുത്തത് ജഡ്ജസ്. പക്ഷേ ആ സമയത്ത് നമുക്ക് അപ്പീൽ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റൂൾ ബേസ്ഡ് ഒരു നിയമം ആ സമയത്ത് അന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് അപ്പീൽ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വളരെ ഒരു വിഷമം തോന്നിയിരുന്നു. അതായത് ഇങ്ങനെ ഒരു സ്റ്റിക്ക് താഴെ പോയി അവിടെ നിന്ന് എടുത്ത് വന്ന് പ്ലേ ചെയ്ത കുട്ടിക്കാന്ന് ഫസ്റ്റ് കൊടുത്തു എന്ന് പറയും. നമ്മളത്രയും കുറേ കാലമായിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഉറക്കമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇത് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് അവിടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫൗള് നടന്ന സമയത്ത് ആ കുട്ടിക്കാണ് ഇങ്ങനത്തെ ഒരു പൊസിഷൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു ആ ഒരു സമയത്ത് എനിക്ക് നല്ല ഒരു വിഷമം തോന്നിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സന്തോഷം തോന്നിയത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡ്രംസ് ലെജൻഡ് ശിവമണി സാറിൻ്റെ ഒപ്പം ഒരു സ്റ്റേജിൽ പങ്കെടുക്കാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി, അതായത് ഇന്ത്യയിലത്തെ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ, ഇപ്പോൾ ഏഷ്യയിലത്തെ തന്നെ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറായി. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞത്. ഇത്രയും വലിയ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഇത്രയും ഗ്രേറ്റ് ആയ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കുക അതൊരു ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ നേടിയെടുത്തപ്പോൾ നാട്ടുകാരുടെ പ്രതികരണം, അത് ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അങ്ങനെ നാട്ടുകാരെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നോ അങ്ങനെ പ്രത്യേകിച്ച് മോശം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഡ്രംസ് പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ വേറെ പരിപാടി സ്റ്റേജിലൊക്കെ പരിപാടിക്ക് പോകുന്ന സമയത്തും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നാട്ടുകാരായാലും ഇപ്പോൾ എൻ്റെ പെരിയത്തെ നാട്ടുകാരായാലും അതുപോലെ തന്നെ എൻ്റെ ക്ലബ്ബായ പെരിയാസിലത്തെ മെമ്പേഴ്സായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നായാലും പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിലൊരു ചെറിയൊരു വിഷമം എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കുറച്ചടുത്ത സുഹൃത്തുക്കൾ, അതായത് അവർ എന്താ പറയൽ, വേറെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് അവർ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ടൊരു സംസാരം എന്നല്ല, എന്നാലൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാനിങ്ങനെ കൊട്ടി നടന്നിട്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഡ്രംസ് ഇങ്ങനെ വായിച്ച് നടന്നിട്ട് എന്താവാനില്ലൊരു ഒരു കാര്യം അത് എൻ്റെ മറ്റ് സുഹൃത്തുക്കളോട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് സുഹൃത്തുക്കൾ വഴി ഞാനത് പിന്നീട് അത് അറിഞ്ഞു. അപ്പോൾ അവരിപ്പോൾ നേരിട്ട് എന്നോട് എടാ നീ എന്തിനിങ്ങനെ ഇത് ഡ്രംസ് വായിച്ചിട്ട് നീ അവിടെ എത്താൻ, അല്ലെങ്കിൽ നീ ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം, അങ്ങനെ ഡയറക്റ്റ് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര കുഴപ്പമുണ്ടായിട്ടില്ല. അതായത് നമ്മൾ അടുത്ത സുഹൃത്തുക്കളല്ല, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇത് വേറൊരാൾ പറഞ്ഞിട്ട് അറിയുന്ന സമയത്ത് കുറച്ചൊരു വിഷമം തോന്നി. അതുമാത്രമായിട്ട് ഒരു ചെറിയൊരു വിഷമം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ബാക്കി നാട്ടുകാരുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ക്ലബിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒന്നും ഒരു കുഴപ്പം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഏഷ്യയിലത്തെ റെക്കോർഡ് കിട്ടി, ഇന്ത്യയിലത്തെ റെക്കോർഡ് കിട്ടി. അതിനു മുമ്പ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട്, അതായത് ഈ ഏഷ്യൻ റെക്കോർഡെല്ലാം കിട്ടുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രംസ് ലെജൻഡ് ശിവമണി സാറിനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായത് സമയത്ത്, അതായത് ഞാനൊരു കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ശിവമണി വരുന്നുണ്ട്, അപ്പോൾ ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ പ്രോഗ്രാമും കാണാൻ വിളിക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്തായ ആദർശാണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആദ്യമായിട്ട് തന്നെ അങ്ങനെ ഒരു ശിവമണി സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ്, അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്നെ വിളിച്ചതും ആദർശാണ്.
ഇപ്പോൾ ആദർശ എൻ്റെ കൂടെ പല പ്രോഗ്രാമിനും എൻ്റെ ഡ്രൈവറായിട്ടും അതേപോലെ തന്നെ എൻ്റെ മാനേജറായിട്ടും എന്നോടൊപ്പം ഉണ്ട്. അതുപോലെ വേറെ പറയാനുള്ളത് എൻ്റെ മറ്റൊരു അടുത്ത സുഹൃത്തായ അൻസാജാണ്. അപ്പോൾ അൻസാജും ഇതേപോലെ എൻ്റെ വെച്ച് കുറേ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു സഹായം അവനും ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കലാപരമായ കഴിവ് ഇതിപ്പോൾ ഒരു ജനറ്റിക്കലി വന്നതാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഇതിന് അച്ഛൻ, അമ്മ, പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ കലാപരമായ കഴിവുകൾ ഉണ്ടായിരുന്നോ? അവർക്കും ഇതുപോലെ കഴിവുകളുണ്ടായിരുന്നു? അവരും ഇതുപോലെ തിളങ്ങി നിന്നവരാണോ? കലാപരമായിട്ട് ബന്ധമില്ല ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ അച്ഛനാണെങ്കിൽ അച്ഛൻ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. ഇപ്പോൾ അച്ഛൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ കലോത്സവങ്ങളിലും മറ്റു പരിപാടികളിലൊക്കെ അച്ഛൻ പങ്കെടുക്കുന്ന ഒരാളാണ്. നന്നായിട്ട് പാട്ടെല്ലാം പാടുന്ന ആളാണ്. അതേപോലെ തന്നെ അച്ഛൻ പഠിക്കുന്ന സമയത്ത് SSLC ആ സമയത്ത് അച്ഛൻ്റെ ആ ഒരു സമയത്ത് അച്ഛന് തന്നെയായിരുന്നു സ്കൂളിൽ ഫസ്റ്റ് സംഗീതത്തിനൊക്കെ. പിന്നെ അമ്മ ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. അതേപോലെ തന്നെ അമ്മയും നന്നായിട്ട് ഇതേപോലെ പാട്ടൊക്കെ പാടും. അമ്മക്കും അമ്മയുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഡാൻസിനും പാട്ടിനും അതേപോലെ സ്പോർട്സിനും ഒക്കെ കുറേ മെഡലുകളും സർട്ടിഫിക്കറ്റും ഫസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അമ്മ. അച്ഛൻ്റെ പഴയ കാലത്ത് അച്ഛൻ യങ് വുമൻസ് പെരിയ എന്ന് പറയുന്ന ടീമിൻ്റെ, അതായത് ഫുട്ബോൾ ടീമിൻ്റെ ഡിഫൻഡറായിരുന്നു അച്ഛൻ. അതിലും അച്ഛന് കുറേ എന്താ പറയുക ട്രോഫികളും ഷീൽഡും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറായി ആദ്യം, അതിനുശേഷം ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രമ്മറാണ്. ഇപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്താണ് അതിനുള്ള പ്രിപ്പറേഷൻസ് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിലത്തെ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറായി, ഇപ്പോൾ ഏഷ്യയിലത്തെ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മറായി. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഗിന്നസ് റെക്കോർഡ്, ഇതാണ് ഇനിയിപ്പോൾ അടുത്തെൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ദൈവം നൽകട്ടെ. അതോടൊപ്പം തന്നെ സീൻ സ്പോർട്ടിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ സീൻ സ്പോർട്ടിൻ്റെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്.